ബേപ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പിഴച്ചെന്ന് തുറന്നടിച്ച് കെ പ്രവീൺകുമാർ MLA. കോണിയിലോ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നു എന്നാണ് പ്രവീൺകുമാറിന്റെ പ്രസ്താവന. അതേസമയം പ്രവീൺകുമാറിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ രംഗത്തെത്തി. പേരാമ്പ്രയിൽ MLA-മാർക്കൊരുക്കിയ സ്വീകരണത്തിലാണ് കോഴിക്കോട് DCC പ്രസിഡന്റും MLA-യുമായ കെ പ്രവീൺകുമാറിന്റെ തുറന്നു പറച്ചിൽ. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെ എന്നുള്ള സത്യം ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ പ്രസ്താവന. സാറ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, വലിയതാരും വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെന്നുള്ള സത്യം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100-ൽ 100% സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം പ്രവീൺകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവറും രംഗത്തെത്തി. ബേപ്പൂരിൽ തന്നെ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെയാണെന്നും പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തുമാണ് തോൽവിക്ക് കാരണമായതെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന PV അൻവറിനെ 7487 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന PA മുഹമ്മദ് റിയാസ് പരാജയപ്പെടുത്തിയത്. വിജയിക്കുന്ന സീറ്റ് തനിക്ക് തരാൻ UDF ഒരുക്കമായിരുന്നുവെങ്കിലും റിയാസിനെതിരെ തന്നെ മത്സരിക്കാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാജയപ്പെട്ടുവെങ്കിലും സന്തുഷ്ടനാണെന്നും അൻവർ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് അൻവറിനെതിരെ വിമർശനമുയരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.